ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഗുഡ് റീഡ് ചോയ്സ് അവാർഡ് വിന്നേഴ്സ് ആരാ നോക്കാനും അതുപോലെ വോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഗുഡ് റീഡ് ചോയ്സ് അവാർഡ് എന്താണെന്ന് അറിയാത്തവർക്ക് എല്ലാ വർഷവും നവംബർ ഡിസംബറിൽ സംഭവിക്കുന്ന ഒരു കോൺടെസ്റ്റ് ആണ് ഗുഡ് റീഡ് ചോയ്സ് അവാർഡ്. എല്ലാ വർഷവും റിലീസ് ആയിട്ടുള്ള ബുക്സിൽ ഒരു 3.5 മുകളിൽ ആവറേജ് റേറ്റിംഗ് വരുന്ന ബുക്സുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആൻഡ് നമ്മുടെ വോട്ടിംഗ് അനുസരിച്ചാണ് ഇതിലൊരു വിന്നറെ അവർ കണ്ടെത്തുന്നത്. സോ നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ 20 ബുക്സ് ആയിരിക്കും ആദ്യം അവർ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 20 ബുക്സ് നോമിനേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് 10 ബുക്സ് വോട്ടിംഗ് വൈസ് ആണ് പിന്നെ എത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്നാണ് ഒരു വിന്നറെ അവർ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ട് വോട്ടിംഗ് കഴിഞ്ഞു കേട്ടോ, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. ഞാൻ ഓൾറെഡി വോട്ട് ചെയ്തിരുന്നു, ബട്ട് എനിക്കത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ സെക്കൻഡ് റൗണ്ടും അതുപോലെ വിന്നറിനെ കണ്ടെത്തുന്ന സെഗ്മെൻറ്റും വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതുപോലെ ലെറ്റ്സ് ഫൈൻഡ് ദ വിന്നർ ടുഗെദർ. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ് ഗുഡ് റീഡ്സിൻ്റെ. സോ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫൈനൽ റൗണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇത്രയും കാറ്റഗറീസ് ആണ്. ഇതെല്ലാം ഞാൻ വോട്ട് ചെയ്യാറില്ല, ബിക്കോസ് ഇതിലൊന്നും എനിക്ക് ലൈക്ക് ഹിസ്റ്ററി ആൻഡ് ബയോഗ്രഫി ഞാൻ വായിക്കാറ് പോലുമില്ല. മെമ്മോറി ഞാൻ ചിലപ്പോൾ വായിക്കാറുണ്ട്. നോൺ ഫിക്ഷൻസും ഞാൻ അധികം വായിക്കാറില്ല. അതുപോലെ യങ് അഡൾട്ട് ചില ഭാഗങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല. അപ്പോൾ വെറുതെ പോയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ബുക്സിന് വെറുതെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാറില്ല. ബട്ട് ഇതിൽ പൊതുവെ ആൾക്കാർ വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഫേവറേറ്റ് ഓതേഴ്സ് അല്ലെങ്കിൽ അവർ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കണ്ട ബുക്സ് ഒക്കെയാണ്. എല്ലാം തന്നെ വായിച്ചിട്ടും ആ ഒരു കാറ്റഗറിയിലുള്ള ബാക്കിയുള്ള ബുക്സിനെ വെച്ചൊക്കെ കമ്പയർ ചെയ്തിട്ടൊന്നുമല്ല വോട്ട് ചെയ്യുന്നത്. ഈ 10 ബുക്സാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് അറിയാവുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് സാലി റൂണിൻ്റെ ഈ ഒരു ബുക്ക് എനിക്ക് അറിയാം. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, ബട്ട് ഐ ഹാവ് ഹൈ ഹോപ്സ്. അപ്പം ഐ തിങ്ക് സാലി റൂണി ആയിരിക്കും ജയിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വിജയിക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, എൻ്റെ TBRലും ഉണ്ട്. എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടം ഇതായതുകൊണ്ട് ഞാൻ ഇതിന് വോട്ട് ചെയ്യാം. ഓക്കെ, ശരിക്കും ഞാനിത് പ്രൊമോട്ട് ചെയ്തില്ല. എല്ലാ ബുക്സും വായിച്ചിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വായിച്ച ബുക്സിന് വോട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ വെറുതെ ഒരു തമാശക്ക് ചെയ്യുന്ന കേട്ടോ. ഇനി അടുത്ത കാറ്റഗറിയാണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ. ഇത് നോക്കിയിട്ട് എനിക്കൊരു 99% ചാൻസ് വിജയിക്കാനുള്ളത് ക്രിസ്റ്റിൻ ഹന്നയുടെ വുമൺ ആണ്. അപ്പം ഞാൻ അതിന് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്, ബിക്കോസ് ഐ ലവ് ദാറ്റ് ഓത്തർ. ദ നെക്സ്റ്റ് ഇസ് മിസ്റ്ററി ആൻഡ് ത്രില്ലർ കാറ്റഗറി. അപ്പോൾ ഇതിൽ ഐ എം ഹാപ്പി, കാരണം ഞാൻ വായിച്ച 2 ബുക്ക് ഇതിലുണ്ട്. ആൻഡ് ഓൾറെഡി എൻ്റെ TBRലുള്ള ഇത് ഞാൻ വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഐ വോട്ട് ഫോർ ദിസ് വൺ ബിക്കോസ് ഐ ഹാവ് റെഡ് ഇറ്റ് ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ്. അപ്പം ഇനി ഏതാണ് വിജയിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഫ്രീഡ മെക്ഫാഡം വിജയിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ബുക്സ് നല്ലതാണോ നല്ലതല്ലേ എന്നല്ല, ഫ്രീഡ മെക്ഫാഡം ഭയങ്കര ഫേമസ് ആണ് ബിക്കോസ് ആ ഒരു ഹൗസ് മെയ്ഡ് സീരീസ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയതുകൊണ്ട്. അപ്പോൾ അവരെന്ത് എഴുതിയാലും തന്നെ അത് എല്ലാവരും ലൈക്ക് ഫോർ ഹെർ പോപ്പുലാരിറ്റി എല്ലാവരും തന്നെ അത് വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ഞാൻ വോണ്ട് ടു റീഡിൽ ആഡ് ചെയ്യാം. പിന്നെ ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ വായിക്കണം എന്ന് തോന്നുന്നില്ല. ഈ സീരീസ് എങ്ങനെയായാലും എൻ്റെ ഫസ്റ്റ് റിച്ചാർഡ് ഓസ്മൻ്റെ സീരീസ് കംപ്ലീറ്റ് ചെയ്യാതെ ഞാനത് തുടങ്ങില്ല. സോ ലെറ്റ്സ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇനി നെക്സ്റ്റ് കാറ്റഗറി നോക്കാം, വിച്ച് ഇസ് റൊമാൻസ്. എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു കാറ്റഗറിയാണിത്. ഈ കാറ്റഗറിയിൽ ഞാൻ വായിച്ച ഒറ്റ ബുക്കാണുള്ളത്. ഒന്ന് ബ്രൈഡാണ്. ആൻഡ് ബ്രൈഡ് എനിക്ക് തോന്നുന്നില്ല വിജയിക്കുമെന്ന്. ഐ തിങ്ക് എമിലി ഹെൻറിയുടെ ഫണ്ണി സ്റ്റോറി വിജയിക്കാനാണ് ചാൻസ്, അല്ലെങ്കിൽ ഹാവി ജിമിനസിൻ്റെ ജസ്റ്റ് ഫോർ ദ സമ്മർ വിജയിക്കാൻ ചാൻസ്. എമിലി ഹെൻറിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഫണ്ണി സ്റ്റോറിയാണ്. സോ ഐ റിയലി എൻജോയ് എമിലി ഹെൻറി. അപ്പോൾ ഫണ്ണി സ്റ്റോറി. അപ്പോൾ ബ്രൈഡ് ഞാൻ എന്താണ് വോട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് അത്രയും ഇഷ്ടമായൊരു ബുക്കല്ല, അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാത്തത്. ഇനി റൊമാൻറ്റസി കാറ്റഗറിയിൽ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് റെഡ് എനി. ഇതിൻ്റെ ഫസ്റ്റ് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് ടു ദ വില്ലൻ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത് വിജയിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ ഈ കാറ്റഗറിയിൽ ഐ തിങ്ക് സ്പെൽ ഷോപ്പ് ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട്, അപ്പോൾ അതൊരു ചാൻസ് ആണ്. അതുപോലെ തന്നെ സാറാ ജേമാസിൻ്റെ ബുക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സാറാ ജേമാസിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയാറില്ല പൊതുവെ. മേ ബി ഈ 2 ബുക്കിൽ ഏതെങ്കിലും ഒന്നാവാനാണ് എൻ്റെ ഒരു ഊഹം.
റൊമാൻറ്റിസിൽ ഞാൻ വോട്ട് ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഏതായിരിക്കും. ലൈക്ക് ആരെ എനിക്ക് പ്രൊമോട്ട് ചെയ്യാനും താല്പര്യമില്ല. സോ ലെറ്റ്സ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇനി ഫാൻറ്റസി കാറ്റഗറിയിൽ ഇതിൽ ഐ തിങ്ക് ഐ വിൽ വോട്ട് ഫോർ ദിസ് വൺ. കാരണം എനിക്കിതിൻ്റെ ഫസ്റ്റ് ബുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഹൗസ് ഇൻ ദ സെറുലിയൻ സീ. മോസ്റ്റ് പ്രോബബ്ലി ഈ എമിലി വൈൽഡ് ഇതായിരിക്കാം, അല്ലെങ്കിൽ ലീ ബാർഡുഗോ ആയിരിക്കാം. പക്ഷെ ലീ ബാർഡുഗോൻ്റെ ഈ ബുക്കിന് അധികം ഫെമിലിയാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ മേ ബി ഐ ഡോണ്ട് നോ, ഈ ബുക്കിന് കുറച്ചൊക്കെ ഒരു ഫെമിലിയാരിറ്റി കിട്ടുന്നുണ്ട്. സോ മേ ബി അതായിരിക്കുമെന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് നോ ഐഡിയ. ഇനി സയൻസ് ഫിക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ മേ ബി ഐ തിങ്ക് മിനിസ്ട്രി ഓഫ് ടൈം വിജയിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. ഞാൻ തീരെ വായിക്കാത്തൊരു കാറ്റഗറിയാണ് സൈഫൈ. ഒള്ളി ഈ ഒരു അവാർഡിൽ ആരാണോ വിൻ ചെയ്യുന്ന ആ ബുക്സ് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. സോ ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്നില്ല. ഇനി ഹൊറർ കാറ്റഗറി, ഐ ലവ് ഹൊറർ. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഹൊററിൽ ഞാൻ വായിച്ച 2 ബുക്സ് ഉണ്ട്. ഒന്ന് ഐസ് ആർ ദ ബെസ്റ്റ് പാർട്ട്, ഒന്ന് മർഡർ റോഡ്. ഓക്കെ, മർഡർ റോഡ് എന്തായാലും വിജയിക്കാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇറ്റ് വാസ് എ ഡിസപ്പോയിൻമെൻറ്റ് ഫോർ മീ. ഐ ഡിഡ്ന്റ് എൻജോയ് ഇറ്റ്. വി ആർ ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഐ നീഡ് ടു റീഡ് ഇറ്റ്. ഇറ്റ്സ് ഇൻ മൈ TBR. അപ്പോൾ അത് വായിക്കണം. പിന്നെ സ്റ്റീഫൻ കിങ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സ്റ്റീഫൻ കിങ് ആയിരിക്കും വിജയിക്കാം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് എല്ലാ സ്റ്റീഫൻ കിങ് പുറത്ത് വരുന്ന ബുക്സൊക്കെ എല്ലാം തന്നെ അടിപൊളിയാണെന്ന്. പക്ഷേ പൊതുവെ സ്റ്റീഫൻ കിങ് അത്രയും പോപ്പുലർ ഓതർ ആയതുകൊണ്ട് എല്ലാവരും സ്റ്റീഫൻ കിങ്ങിനാണ് വോട്ട് ചെയ്യാറ്. സോ ഞാൻ വോട്ട് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ഓതർ ടി കിങ്ഫിഷർ എന്നാണ്. ബിക്കോസ് ഐ ലവ് ഹെർ റൈറ്റിംഗ്. ഐ വോട്ട് ഫോർ ദാറ്റ്. ഇനി ഡെബ്യൂ നോവൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഓതേഴ്സ് എഴുതിയ ബുക്സാണ് ഇതൊക്കെ. അപ്പം ഇതിൽ ഞാൻ okay, even though I didn't enjoy it that much, I'll give it to the Eyes Are the Best Part. കാരണം yeah, it was fine, but it was not a good horror book. So let's give it to that. ഇനി ഇത്തവണ ആദ്യമായിട്ട് ആഡ് ചെയ്തൊരു കാറ്റഗറിയാണ് ഓഡിയോ ബുക്സ് കേട്ടോ. സോ എല്ലാ തവണയും ഓരോരോ ചേഞ്ചസ് അവർ വരുത്തും. അപ്പോൾ ഞാൻ ഓഡിയോ ബുക്കായിട്ടാണ് കേട്ടത്, ലൈക്ക് ലിസൺ ഫോർ ദ ലൈ. പോഡ്കാസ്റ്റ് എലമെൻറ്റ് കാരണം കുറച്ചുകൂടെ ഭയങ്കര എൻജോയബിളായി തോന്നി ലൈക്ക് ഓഡിയോ ബുക്കായിട്ട്. സോ ഐ റിയലി റെക്കമെൻഡ് ദാറ്റ് ഓഡിയോ ബുക്ക്. ഇതിൽ എനിക്ക് ആകെ അറിയാവുന്ന ബുക്ക് എന്ന് പറയുന്നത് ഹോളി ബ്ലാക്കിൻ്റെ ബുക്കാണ്. അതുപോലെ പക്ഷെ ഞാൻ ആ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ റൂത്ത്ലെസ് വാർസ്, ഇതിൻ്റെ ഫസ്റ്റ് ബുക്ക് ഞാൻ എൻജോയ് ചെയ്തൊരു ബുക്കാണ്. ബട്ട് ഐ ഡിഡ് റീഡ് ദ സെക്കൻഡ് വൺ. ആൻഡ് ബ്രാൻഡൻ സാൻഡേഴ്സൻ്റെ സ്കൈവോർഡിലെ ബുക്ക്. സ്കൈവോർഡ് എനിക്ക് ഇഷ്ടമായി, ബട്ട് ഞാൻ ആ സീരീസ് ഡ്രോപ്പ് ചെയ്തു. ഐ ഡിഡ് എൻജോയ് ഇറ്റ്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് ടു റൂത്ത്ലെസ് വാർസ് മേ ബി. ഫിക്ഷൻ നോക്കാം. ഇതിലൊന്നും എനിക്ക് അറിയണ്ടാവില്ല. അറിയാം. ഒന്ന് ഹോളി ജാക്സന്റെ ബുക്ക് ഞാൻ കുറച്ച് പേര് എൻജോയ് ചെയ്യുന്ന കാണുന്നുണ്ട്. ലൈക്ക് ഹോളി ജാക്സന്റെ ഹോളി ജാക്സൺ ആ സീരീസിന് പുറമെ പിന്നെ എഴുതിയൊരു ബുക്കായിരുന്നു 5 സർവൈവ്. അതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഒപ്പീനിയൻ കേൾക്കുന്നുണ്ട് ഈ ഒരു ബുക്കിന്. അതുപോലെ ഹാർട്ട് സ്റ്റോപ്പർ മിക്കവാറും ഹാർട്ട് സ്റ്റോപ്പർ ആയിരിക്കും വിജയിക്കാം ഇതിൽ. ഐ ഡോണ്ട് തിങ്ക് ബാക്കിയുള്ളതിനൊക്കെ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ യങ് അഡൽട്ടിൽ ആര് വിജയിക്കുന്നു. ഇതിൽ ഐ തിങ്ക് യങ് അഡൽട്ടിൽ ഐ തിങ്ക് റബക്ക റോസ് വിൽ വിൻ. സോ ഐ തിങ്ക് ഷി വിൽ വിൻ. ഇനി ലെറ്റ്സ് ഗോ ടു നോൺ ഫിക്ഷൻസ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒറ്റ ബുക്ക് പോലും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് പോലും ഒറ്റ ബുക്ക്. I'm not going to vote. Who am I? Let's see memoir. കഴിഞ്ഞ പ്രാവശ്യം ബ്രിട്നി സ്പിയേഴ്സിൻ്റെ മെമോയറെങ്കിലും അറിയാവുന്നത് ഒന്നും അറിയില്ല. ബട്ട് ഐ ലവ് ഗിൽമോർ ഗേൾ. അപ്പോൾ ലെറ്റ് മീ വോട്ട് ഫോർ ദാറ്റ്. ഐ റിയലി എൻജോയ് ദാറ്റ് സീരീസ്. ഓക്കെ, ഇനി ഹിസ്റ്ററി ആൻഡ് ബയോഗ്രഫി ഐ എം നോട്ട് വോട്ടിംഗ്. കാരണം as expected, I don't know any book in this category. അതായിരുന്നു വോട്ടിംഗ് സെഷൻ. ഐ റിയലി ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ വോട്ട് ചെയ്ത ബുക്സും അതുപോലെ എൻ്റെ പ്രെഡിക്ഷൻസും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നൗ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ വിന്നർ. ഇന്ന് December 5th.
അപ്പോൾ ഇന്നാണ് ശരിക്കും വിന്നേഴ്സ് ഔട്ട് ആവുന്നത്. ഐ ഡിഡ്ന്റ് പീക്ക്, ഐ ഡു വാണ്ട് പീക്ക്, ബട്ട് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലുക്ക് വിത്ത് യു. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സോ ലെറ്റ്സ് ഗോ ലുക്ക് അറ്റ് ഇറ്റ് ടുഗെദർ ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. സോ ഞാൻ ഗുഡ് റീഡ്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ലെറ്റ്സ് സീ. ഫിക്ഷനിലെ വെഡ്ഡിങ് പീപ്പിളാ. വെഡിങ് പീപ്പിൾ ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് ബുക്കാണ്. ലിറ്റററി ഫിക്ഷൻ പ്ലസ് ത്രില്ലർ. ബട്ട് ഐ wanted this to win. I thought സാലി റൂണി will win. പിന്നെ സാലി റൂണിക്ക് വലിയ ഹൈപ്പ് കിട്ടാതായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് കിട്ടുന്നു. ബിക്കോസ് ബട്ട് ഐ നെവർ തോട്ട് ദിസ് വൺ. ഓക്കെ, ബാക്കി ഒന്നിനും വലിയ ചാൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ നെവർ തോട്ട് വെഡ്ഡിങ് പീപ്പിൾ വിൻ ചെയ്യുന്നു. Oh, that's a surprise. Next one is historical fiction. This was so obvious. എനിക്കറിയായിരുന്നു ക്രിസ്റ്റിന തന്നെ വിജയിക്കുള്ളൂ. വേറെ ആരും ഈ ഒരു ജോൺറയിലെ കൂടുതലും ക്രിസ്റ്റിനാന. ലൈക്ക് ക്രിസ്റ്റിനാനയുടെ മുന്നത്തെ ബുക്ക് ഫോർ വിൻസ് വിജയിച്ചതാണ്, നൈറ്റിംഗേൽ വിജയിച്ചതാണ്, ഒരുവിധം ക്രിസ്റ്റിനാന എഴുതുന്ന ബുക്സൊക്കെ വിജയിച്ചതാണ്. സോ അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. മിസ്റ്ററി ത്രില്ലറിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് വിജയിക്കുമെന്ന്. ബട്ട് ഐ വോണ്ടഡ് ദിസ് ടു. ബട്ട് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഫ്രീഡം മെക്ഫാഡനെ തോൽപ്പിച്ചിട്ടൊക്കെ വിജയിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ റിയലി ബിലീവ്ഡ് ലൈക്ക് ഫ്രീഡം മെക്ഫാഡൻ വിൽ വിൻ ഓർ ദിസ് വൺ. ബട്ട് ദിസ് ഈസ് ലൈക്ക് ക്ലോസ്. സെക്കൻഡ് വോട്ട് കൂടുതലുള്ളത് ഇതിനാട്ടോ. അപ്പോൾ ഫസ്റ്റത്തത് ഇതിന് 82,603 വോട്ട്സ്, ഇതിന് 74. ബട്ട് ഫ്രീഡം മെക്ഫാഡൻ നോക്കൂ, ലൈക്ക് both doesn't have much vote. So next category, romance. എമിലി ഹെൻറി, അത് നമുക്കറിയാം. ഓക്കെ, ആബി ഹിമെനസ് ക്ലോസ് കട്ടാണ്. ബട്ട് സ്റ്റിൽ വോട്ട് തമ്മിലുള്ള ഡിഫറൻസ്. എമിലി ഹെൻറിനെ ആർക്കും അങ്ങനെ തോൽപ്പിക്കാൻ കഴിയില്ല. വോണ്ടഡ് ആബി ഹിമെനസ് ടു വിൻ ബിക്കോസ് എല്ലാ പ്രാവശ്യം എമിലി ഹെൻറി ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം എമിലി ഹെൻറിയുടെ ഹാപ്പി പ്ലേസ്, അതിന് മുന്നത്തെ പ്രാവശ്യം എമിലി ഹെൻറിയുടെ ബുക്ക് ലവേഴ്സ്, അതിനു മുന്നേ ഐ തിങ്ക് പീപ്പിൾ അതാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ബട്ട് ബാക്ക് ടു ബാക്ക് എമിലി ഹെൻറി ഇങ്ങനെ വിൻ ചെയ്തുകൊണ്ടിരിക്കുക. നൗ റൊമാൻറ്റസി, സാറ ജെയിംസ്. ഐ ന്യൂ ബിക്കോസ് വേറെ എന്തിനുണ്ടായാലും വേണ്ടിയില്ല, സാറ ജെയിംസിന്റെ പേര് കണ്ടാൽ തന്നെ അത് വിൻ ചെയ്യും. കൂടുതൽ ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ട ഓതേഴ്സിനൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്, അല്ലാതെ ബുക്സ് വായിച്ചിട്ടൊന്നുമില്ല. സോ ദാറ്റ്സ് എക്സ്പെക്റ്റഡ്. ഫാൻറ്റസി, ടി.ജെ. ക്ലൂൺ. ഐ നെവർ തോട്ട്. ഞാൻ വിചാരിച്ചു ദിസ് ഇയർ ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഈ ബുക്കിന് നല്ല ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു. ബട്ട് വോട്ടിങ്ങിൽ വളരെ ലോ ആണ്. പിന്നെ ലീവാഡുഗോ ഉണ്ട്, ഇതും ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ ഫസ്റ്റ് ബുക്ക് എല്ലാവരും ഭയങ്കര റേവിങ് ആയിരുന്നു. എനിവേ ടി.ജെ. ക്ലൂൺ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഒരുപാട് വിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സൈഫൈയിൽ ടി.ജെ. ക്ലൂണിൻ്റെ ഇൻ ദ ലൈവ്സ് ഓഫ് പപ്പറ്റ് വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ, മിനിസ്ട്രി ഓഫ് ടൈം വിജയിക്കുന്നു. ഒരുപാട് പേര് ഭയങ്കര ഹൈപ്പായിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. സോ ഈ ഒരു പേര് കണ്ടാൽ തന്നെ അത് വിജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. സോ നൗ ഹൊറർ. ഐ തിങ്ക് സ്റ്റീഫൻ കിങ് വിൽ വിൻ. ഐ വോണ്ടഡ് വി യൂസ് ടു ലിവ് ഹിയർ ടു വിൻ. എപ്പോഴും സ്റ്റീഫൻ കിങ്. കഴിഞ്ഞ പ്രാവശ്യം ഹോളി, അതിന് മുന്നത്തെ പ്രാവശ്യം കൂടുതലും സ്റ്റീഫൻ കിങ്ങിന്റെ പേര് അതിലുണ്ടോ സ്റ്റീഫൻ കിങ് വിജയിക്കും. ഈ ഡെബ്യൂല് ഏതായിരിക്കും? ഇതിന് ഭയങ്കരമായിട്ട് ബാഡ് റിവ്യൂസ് ഉണ്ടായിരുന്നല്ലോ. ഹൗ ഡിഡ് ദിസ് വിൻ? അറ്റ്ലീസ്റ്റ് വി യൂസ് ടു ലിവ് ഹിയർ ജയിക്കാൻ പറ്റുമായിരുന്നു. ബിക്കോസ് ഐ വോട്ടഡ് ഫോർ ദാറ്റ്. ഓഡിയോ ബുക്ക്. അഗെയിൻ എമിലി ഹെൻറി. അറ്റ്ലീസ്റ്റ് ലിസൺ ഫോർ ദ ലൈക്ക് ഒരു ചാൻസ് കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈക്ക് റിച്ചാർഡ് ഓസ്മാൻ അല്ലെങ്കിൽ ലിയാൻ മൊറേറ്റി, അവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കായിരുന്നു. This I knew this will win. So nothing surprising. Okay.
ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഓൾസോ, കാരണം ഞാൻ അതിൻ്റെ ഫസ്റ്റ് ബുക്ക് എനിക്കിഷ്ടമായി. സോ നെക്സ്റ്റ്, ഇതെനിക്കറിയായിരുന്നു ഹാർട്ട് സ്റ്റോപ്പർ തന്നെ ആയിരിക്കുന്നു. ഹാർട്ട് സ്റ്റോപ്പർ ഉണ്ടെങ്കിൽ ഹാർട്ട് സ്റ്റോപ്പറെ വിജയിക്കുള്ളൂ. ബട്ട് ഈ ഒരു ഹാർട്ട് സ്റ്റോപ്പറിൻ്റെ ഈ ഒരു വോളിയം 5 എൻ്റെ ഫേവറേറ്റ് ആയിരുന്നില്ല കേട്ടോ. ഐ വോണ്ടഡ് ഹോളി ജാക്സൺ ടു വിൻ, കാരണം ഐ തിങ്ക് റീഅപ്പിയറൻസ് ഓഫ് റേഷ്യൽ പ്രൈസ് ഇസ് നൈസ്. എവരിവൺ ഈസ് സെയിങ് ഇറ്റ്സ് നൈസ്. ഓക്കെ, അടുത്തത് നോൺ ഫിക്ഷൻ. എനിക്ക് പിന്നെ വലിയ ഐഡിയ ഒന്നുമില്ല, ഏത് വിജയിച്ചാലും കുഴപ്പമില്ല. സോ ലെറ്റ് ഇറ്റ് ബി മെമോയർ. ഞാൻ വോട്ട് ചെയ്തതിനെ ജയിച്ചല്ലോ. എവരിവൺ വോട്ടഡ് ഫോർ ദ തേർഡ് ഗിൽമോർ ഗേൾ. അതെനിക്ക് വായിക്കണം. ഐ ലവ് ഗിൽമോർ ഗേൾസ്. സോ ദിസ് കാറ്റഗറി ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു കവറിൻ്റെ ഭംഗി നോക്കി എനിക്കിത് വോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, ബിക്കോസ് അതിൻ്റെ കവറല്ല ഭംഗിയുണ്ട്. ബാക്കിയൊന്നും തീരെയും ഇൻട്രസ്റ്റിംഗ് അല്ല. അതായിരുന്നു ഗുഡ് റീഡ് ചോയ്സ് അവാർഡ്സ് വിന്നേഴ്സ്. ചിലതൊക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ആയിരുന്നു ആയത്. ബട്ട് ഐ എം നോട്ട് ഡിസപ്പോയിൻറ്റഡ്. ചെറിയതായിട്ട് ചില കാറ്റഗറിയിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്, ലൈക്ക് ലിറ്റററി ഫിക്ഷൻ. സോ ഐ ബി റീഡിങ് ഓൾ ദിസ് വിന്നർ, ലൈക്ക് എല്ലാ കാറ്റഗറിയിൽ, ലൈക്ക് ഹിസ്റ്ററി, മെമ്മോയർ ഒഴികെ എല്ലാ കാറ്റഗറിയിൽ വിജയിച്ച എല്ലാ വിന്നർ ബുക്സും ഞാൻ വായിക്കുന്നതായിരിക്കും. സോ ഐ വിൽ ഡു എ വീഡിയോ ഓൺ ദാറ്റ് നെക്സ്റ്റ് ഇയർ പ്രോബബ്ലി, ഇൻഷാല്ലാ. സോ ദാറ്റ്സ് എ റാപ്പ്. ഞാൻ ഈ ചാനലിൽ ബുക്കിഷ് കോണ്ടന്റ്സ് ആണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ ബുക്കിഷ് കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. And I will see you with another video. Till then, bye bye and take care.